കളിയിക്കാവിലെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. പോലീസ് അന്വേഷിക്കുന്ന സുനിൽകുമാറിന്റെ സുഹൃത്താണ് പിടിയിലായത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. കളിയിക്കാവില കൊലപാതകത്തിൽ ഇയാളുടെ പങ്ക് എന്താണെന്ന് പോലീസിന് വ്യക്തമാണോ? ഇന്നലെയാണ് കളിയിക്കുള കൊല നടത്തിയ സംഭവത്തിൽ പ്രധാന പ്രതിയെ അവരുടെ വാഹനത്തിൽ എത്തിച്ച സുനിൽകുമാറിന്റെ സുഹൃത്തായ പ്രദീപ് ചന്ദ്രൻ പിടിയിലായിരിക്കുന്നത്. സുനിലും അതുപോലെ തന്നെ പ്രദീപും ചേർന്നാണ് കൊല നടത്തിയ അമ്പിളിയെ കളിയിക്കവളയിൽ എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതേ തുടർന്ന് ആണ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രദീപിനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് വ്യക്തമായൊരു മൊഴി ഇതുവരെയായും അമ്പിളിയുടെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല. ആ മൊഴി ലഭ്യമായാൽ മാത്രമേ കൊലപാതകത്തിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അമ്പിളിയെ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ വ്യത്യസ്തമായ മൊഴികളാണ് നൽകുന്നത്. അമ്പിളിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ 7 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. ഒപ്പം അമ്പിളിയുടെ ഭാര്യയും പോലീസ് കസ്റ്റഡിയിലാണ്. അമ്പിളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകൾ, 2 ഫോണുകൾ ഉണ്ടായിരുന്നു. 2 ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 2 ഫോണുകൾ കൂടാതെ ദീപുവിന്റെ, അതായത് കൊല ചെയ്യപ്പെട്ട ദീപുവിന്റെ ഫോണും ഈ അമ്പിളി മോഷ്ടിച്ചിരുന്നു. ഈ ഫോണും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഈ ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നെയ്യാറ്റിൻകരയിൽ സർജിക്കൽ ഷോപ്പ് നടത്തുന്ന സുനിലിലേക്ക് അന്വേഷണം എത്തിയത്. സുനിൽ ഇപ്പോൾ ഒളിവിലാണ്. സുനിലിന്റെ കടയിലേക്ക് പ്രതി അമ്പിളി വരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അവിടെ നിന്നാണ്, സുനിലിന്റെ കടയിൽ നിന്നാണ് കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡും ഒപ്പം കയ്യുറകളും വാങ്ങിയതെന്നും വ്യക്തമായ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടെങ്കിലും പോലീസിന് കൃത്യമായ ഒരു മൊഴി ഇതുവരെയായും അമ്പിളിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല. പ്രധാനമായും എന്തിനാണ് കൊലപാതകം നടത്തിയത്, ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെയായും വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്നലെ അമ്പിളിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം കസ്റ്റഡിയിൽ ഇന്ന് വാങ്ങും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്.